തിരുവനന്തപുരത്ത് വി രാജേഷിൻ്റെ മികച്ച പ്രകടനമാണ്. അരനൂറ്റാണ്ടോളം CPMൻ്റെ ഭരണത്തിലിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുകയും വലിയ മുന്നേറ്റവും ഉണ്ടാക്കുന്നത് LDFനും UDFനും ഒരുപോലെ തന്നെ വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ ഇനിയിപ്പോൾ BJP ആ പ്രകടനമങ്ങ് വ്യാപിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഉറപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വളർത്തുവാൻ പോകുന്നത്. ഇത് ഗുജറാത്തിൽ നടന്നതാണ്. അവിടുത്തെ അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരസഭ കിട്ടിയതിന് ശേഷമാണ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ട് കേശുഭായ് പട്ടേൽ വന്നത്. ആ ഒരു തന്ത്രമാണ് BJP ഇവിടെ എടുക്കുന്നത്. അതിന് BJP വളരാൻ വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലായി BJP ആണ് ശരിക്കും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ചില മാധ്യമങ്ങൾ ഒഴിച്ചുള്ള മാധ്യമങ്ങൾ, നിഷ്പക്ഷ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാലും ദൃശ്യമാധ്യമങ്ങൾ എടുത്ത് നോക്കിയാലും ഈ 4 മാസത്തെ ഭരണം നല്ല ഭരണമാണ്. ഷട്ടർ ഉണ്ടാക്കും നായ അടയ്ക്കുമെന്ന് പറഞ്ഞത് മേയറൂട്ടി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. ഇന്ന് അത് മാറിയിട്ട് അത് നടപ്പിലാക്കിയത് രാജേഷാണ്. ചേട്ടാ, ഈ നഗരസഭ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിളനിലമാണ്, ഫണ്ട് റൈസിങ് കേന്ദ്രമാണ്. അവരുടെ ഏത് നേതാക്കൾ വന്നാലും താമസിക്കുവാനും ഫണ്ട് വിളിച്ചു പറഞ്ഞാൽ ഉടനെ എത്തിക്കുവാനും നേരത്തെ മേയർമാർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഒരു വരുമാന സ്രോതസ്. കാണുന്ന കോർപ്പറേഷൻ വക വസ്തുക്കളെല്ലാം പാർട്ടി ഓഫീസിൻ്റെ ചാരിറ്റി കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്ന ഇവിടുത്തെ സാധാരണക്കാർ വാങ്ങുന്ന മീൻചന്തകളെല്ലാം മാർക്സിസ്റ്റുകാർക്ക് വെട്ടാനും കുത്താനും പോകുന്ന ഗുണ്ടകളുടെ സംരക്ഷണ കേന്ദ്രം. നമുക്ക് പാളയം കണ്ടില്ലേ? 50 രൂപ ബൾബ് ഇട്ട് കൊടുത്ത് 100 രൂപ കോർപ്പറേഷനിൽ അടയ്ക്കേണ്ടിടത്ത് ആ ലൈറ്റ് ഇടുന്നതിന് 100 രൂപ 500 രൂപ അവിടുത്തെ ഒരു ലോക്കൽ നേതാവ് മേടിക്കുന്നത്. ആ സ്ഥാനം സ്വന്തമായി കോൺക്രീറ്റ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നിരത്തിയിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയിൽ നിന്നാണ് 500 രൂപ മേടിക്കുന്നത്. അവരാണ് പ്രസിനെ അഭിമുഖം ചെയ്തത്. ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എൻ്റെ ഭർത്താവ് കടലിൽ പോയി വരുന്ന നത്തോലി മീൻ വിൽക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് 2000-3000 രൂപ. കുട്ടി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കുട്ടിയായ സഹോദരിയാണ് കടപ്പുറത്തുള്ള. അവർ പറഞ്ഞത് എന്നിൽ നിന്ന് 500 രൂപ ഗുണ്ടാ പീസ് വാങ്ങിക്കുന്നു, ഇരിക്കുന്നതിന് 500 രൂപ വാങ്ങിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും പാളയത്തും ചാലയിലും ഒക്കെ തന്നെ CPMൻ്റെ ഒരു ഗുണ്ടായിസമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചേട്ടൻ തന്നെ ഗാന്ധി പാർക്കിൽ വണ്ടി നേരത്തെ പാർക്ക് ചെയ്യാൻ കൊണ്ടിട്ട് പോകണം. അവിടെ 1 മണിക്കൂറിന് 30 രൂപ. എവിടെയാണ് അവിടെ ഉള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ബോംബെയിലില്ലല്ലോ. മണിക്കൂറിന് 10 രൂപയേ ഉള്ളൂ. ഗുണ്ടാ പിരിവ. ഈ റോഡ് സൈഡിൽ പാർക്കിംഗ് ഗുണ്ട. ആയുർവേദ കോളേജിൻ്റെ മുമ്പ് ഒരു ഹോട്ടലുണ്ട്, റോഡിലാണ്, MG റോഡിൻ്റെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കാപ്പി കുടിക്കാൻ പോകുന്നു. അതിന് അനുമതി കൊടുത്തിരിക്കുന്നു മേയറൂട്ടിയും സഖാക്കളും. ഇത് ഈ നഗരത്തിലല്ലാതെ എവിടെ നടക്കും? അതിന് പാർട്ടി ഓഫീസുകളിലും ജില്ലാ ഓഫീസുകളിലും പൈസ എത്തും. മേയർ പറയാ ഇവിടെ 27 കണ്ടിജൻറ്റ് സ്റ്റാഫ് ക്ലർക്ക് നിയമനങ്ങളുണ്ട്. മേട്ടുക്കട ഓഫീസിൽ നിന്ന് ഒരു എഴുത്തെഴുതി കൊടുത്തു വിടും സഖാവേ എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നു. അന്നത്തെ ജില്ലാ സെക്രട്ടറി എഴുത്തെഴുതുന്നു ഈ 27 പേർക്ക് അവിടെ ജോലി കൊടുക്കുക. അപ്പോൾ ഇവിടെ PSC നോക്കുകുത്തിയല്ലേ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയല്ലേ. PSC കുത്തഴിഞ്ഞ് കിടക്കണമെന്ന് വന്നല്ലോ അന്വേഷണം. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ കുത്തി നിറയ്ക്കേണ്ട ഒരു നഗരസഭയായിട്ട് 45 വർഷം സഖാക്കൾ ഭരിച്ചു മുടിച്ച് ഈ നഗരത്തെ വൃത്തികേടാക്കി. അത് ജനത ഈ 4 മാസം കൊണ്ട് 120 ദിവസം കൊണ്ട് ജനം അറിഞ്ഞു. ഇത്രയും വലിയ കൊള്ളക്കാർ, ടിപ്പുവിനേക്കാളും അപ്പുറത്തെ കൊള്ളക്കാർ, ടിപ്പു സുൽത്താനേക്കാളും അപ്പുറത്തെ കൊള്ളയടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് തിരുവനന്തപുരം ജനത മനസ്സിലായി. ആ ജനത ഇനി ഒരു ഇലക്ഷൻ നടത്തി നോക്കണം. 75 സീറ്റോടുകൂടി രാജേഷ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അത് കഴിഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന കോമാളിത്തരങ്ങളോ, കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു ഉത്തരായിരം പഴയ ലോഡ്ജ് കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നത് EK നായർ ചാരിറ്റി എന്ന് പറഞ്ഞ് അവിടെ നടക്കുന്നത്. ആനേറ ജയരാജീവ് എന്ന് പറഞ്ഞ കൗൺസിലർ ആ കോർപ്പറേഷൻ ബിൽഡിങ് റവന്യൂ വകുപ്പിൻ്റെ വസ്തു കെട്ടിടം വെച്ചത് കോർപ്പറേഷനാണ്. അവിടുന്ന് മദ്യക്കുപ്പിയും കൊടിമരങ്ങളും അരിവാൾ ചുറ്റിയ നക്ഷത്രം എടുത്തിരിക്കുന്നത്. ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഏറ്റവും സമ്പന്നരായ വസ്തുവകകൾ ഇന്ന് അടക്കി ഭരിക്കുന്നത് CPM ആണ്. മറ്റു പാർട്ടികൾക്ക് ആർക്കുമില്ല. ഇത് കോർപ്പറേഷൻ്റെ വസ്തുക്കളാണ്. അതൊന്നടങ്കം ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അഴിമതി മ്യൂസിയത്തിൽ നടന്നിരിക്കുന്ന
ആ കെട്ടിടങ്ങൾ വെച്ച് 8 കോടി രൂപയാണ് ആ കെട്ടിടങ്ങൾ വയ്ക്കുക. ഏതെങ്കിലും ഒരാൾ അവിടെ വ്യവസായം ചെയ്യാൻ പോകുന്നുണ്ടോ? അഴിമതി. നമ്മുടെ ചിത്തിരയിരുന്നാൾ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കുറേ കടകളും ബാക്കിയുള്ള അസംസ്കൃത സ്കൂളിൻ്റെ അടുത്ത് എത്ര കോടി ചിലവാക്കി? വഴുതക്കാട് വിമൻസ് കോളേജിനെ ചുറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തു, സൗന്ദര്യവൽക്കരണം. എവിടെ ഇന്നിപ്പോൾ ആ കൂടാരങ്ങൾ? അതിന് ചിലവാക്കിയിരിക്കുന്നത് 6 കോടി. അങ്ങനെ നഗരസഭയുടെ ഈ കെട്ടിടങ്ങൾ പണി ചെയ്ത് മരാമത്ത് പണികളെല്ലാം വട്ടിയൂർക്കാവിൽ ചെയ്തതുകൊണ്ട് അത് സോഷ്യൽ മീഡിയ ഇട്ടതാണ് അവിടുത്തെ കൗൺസിലർ സുഗതൻ ചെയ്ത തെറ്റ്. അത് ജനം അറിഞ്ഞാണ് അവിടെ പ്രശാന്ത് MLA തോറ്റത്. പ്രശാന്ത് വലിയ ബ്രോ മേയർ എന്ന് പറഞ്ഞ് അവിടെ എന്തൊക്കെ ചെയ്തു, ഭയങ്കരമാണെന്ന് പറഞ്ഞത് ഉടായിപ്പാണ്. ഫ്രണ്ട് കാണാൻ ചാന്ത് പൂശി വെള്ളയടിച്ച് ഗ്ലാസ്സൊക്കെ ഇട്ട് വയ്ക്കും, അകത്തൊന്നും നടന്നിട്ടില്ല. അത് സുഗതനെടുത്ത് സോഷ്യൽ മീഡിയ കൊടുത്തു. അല്ലെങ്കിൽ KC വിക്രമൻ പോലുള്ള പ്രഗത്ഭന്മാരായ സംസ്ഥാന സമിതി അംഗങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന വാഴോട്ടോണം വാർഡ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയെന്നാണ് പറയുന്ന വാഴോട്ടോണം സുഗതൻ ജയിച്ചത്. എങ്ങനെയാണ്? ഇന്ന് സുഗതൻ കയറി 120 ദിവസമായപ്പോൾ സാധാരണക്കാർക്ക് വെള്ളം കിട്ടുന്നു, റോഡുകൾ നന്നാക്കി കൊടുക്കുന്നു, അവരുടെ പ്രാഥമിക ആവശ്യം ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ ഏറ്റവും കൂടുതൽ വീടുകൾ സുഗതൻ അവിടെ വെച്ചു കൊടുക്കുവാൻ മേയറുമായിട്ട് ഡിസ്കഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്ത്യോദയ പദ്ധതിയും പ്രധാനമന്ത്രി യോസ്കാർ യോജനയും ദീനദയാൽ സടക്ക് യോജനകൾ കൊണ്ട് ഡെവലപ്മെൻറ്റ് ചെയ്തപ്പോൾ ഇതാണല്ലോ BJP. അതിൻ്റെ ഇടയിൽ ഉത്തരേന്ത്യയിലുള്ള ഭരണങ്ങളും കൂടി കണ്ട് BJP വന്നാൽ ഈ നാട് നന്നാവുമെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിലേക്ക് പോകും. ശിവൻകുട്ടി സഖാവ് പറഞ്ഞില്ലേ, അതെ, ആ കുട്ടിയെ എൻ്റെ വണ്ടി കയറ്റിയപ്പോഴാണ് 1000 വോട്ട് കിട്ടേണ്ടടുത്ത് 5 വോട്ടായി മാറിയത്. ഇത് BJP നേതാക്കളെ പ്രസംഗിച്ചല്ലോ. മേയറൊട്ടി എന്നുള്ള കുട്ടി എൻ്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിൽ കയറിയുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർജി അവിടെ ജയിച്ചതും ഞാൻ തോറ്റതും. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഉള്ളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നീണ്ടകാല MLA ആയിരുന്ന വ്യക്തിയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം മിക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കും ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചില വ്യക്തികളും നേതാക്കളുമാണ് തിരുവനന്തപുരം വളർന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം പട്ടണവും സാധാരണക്കാർ ഇന്നും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അപ്പോൾ VV രാജേഷിലൂടെ BJPക്ക് വലിയൊരു നേട്ടം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. അല്ല, അതാണല്ലോ രണ്ടാമത് പോയി നിതിൻ നവീനെ കണ്ടതും നഗരവികസന വകുപ്പ് മന്ത്രിയെയും നിതിൻ ഗഡ്കരിയും പ്രധാനമന്ത്രിയും കണ്ടതെന്താ? ഉത്തരേന്ത്യയിൽ BJPയോട് പയറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകുമോ? ഇപ്പോഴത്തെ കാലത്ത് BJP എവിടെ നിൽക്കുന്നു, CPM എവിടെ നിൽക്കുന്നു? അവരാണ് പറയുന്നത് ഓലപ്പാമ്പിനെ കണ്ട് പേടിക്കണ്ട. ഇന്ന് ഒരു MP ഉണ്ടായിരുന്നത് രാജ്യസഭയിൽ രാജ്യസഭയിൽ ഒരു MP ജയിപ്പിക്കണമെങ്കിൽ 36-37 MLA വേണം. ഇവിടെ 35 MLA ഉള്ളൂ. രാജ്യസഭയിൽ ഒരാളെ കാലാവധി തീർന്നിരിക്കുന്നു. ഇനി ഇവർക്ക് രാജ്യസഭയിൽ MP ഇല്ല. പാർലമെൻറ്റിലായിട്ട് ഒരു MP ഉള്ളൂ, രാധാകൃഷ്ണൻ, തൃശ്ശൂരിൻ്റെ അപ്പുറത്തുള്ള ചേലക്കര, അദ്ദേഹമേ ഉള്ളൂ. വേറെ ഇന്ത്യയിൽ ഒരിടവും അവർക്ക് MP ഇല്ല, ഒന്നുമില്ല. ബംഗാളിൽ ഏക ഒരു MLA ആയിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ അക്കൗണ്ട്. അപ്പം CPM വളരുകയാണോ, BJP വളരുകയാണോ? ഇപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോക്ക് രാജേഷ് ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന നമ്മൾ കണ്ടില്ലേ, വിഴിഞ്ഞത്ത് ഫ്ലാറ്റ് കുംഭകോണം. ഉത്തരേന്ത്യയിലെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ലാലു പ്രസാദ് മിണ്ടാപ്രാണികൾക്ക് ആഹാരത്തിന് വേണ്ടി ആഹാരം വാങ്ങിച്ചപ്പോൾ വെട്ടിച്ചത്. ഇവിടെ പാവപ്പെട്ട ഹരിജനങ്ങളുടെ 6 കോടി രൂപ കോർപ്പറേഷൻ വെട്ടിച്ചിരിക്കുന്നു. സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് പാർക്കോൺ കൊടുത്ത വീടിൻ്റെ കോൺഗ്രസ് അടന്നു വീഴുന്നു. ഇതെല്ലാം ജനഹൃദയത്തിൽ കൊണ്ടുവന്നു അഴിമതിയാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ സൂപ്പർ ആൾക്കാരെ കൊണ്ട് അന്വേഷണ കമ്മീഷൻ നഗരസഭ ചെയ്ത ഫ്ലാറ്റുകൾ, പൈതൃകമായിട്ടുള്ള കെട്ടിടം തകർന്നു വീഴുന്നില്ല മണക്കാട് സ്കൂള്, അതിനുവേണ്ടി ചിലവാക്കിക്കുന്നത് 3 കോടി രൂപ. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതികൾ ജനങ്ങളിൽ എത്തിച്ചു. രാജേഷ് 5 വർഷവും ഭരിച്ചിരിക്കും. അതിന് ഒരു സുഗതന വെച്ചോ ഇനി ചെമ്പഴന്തി ഉദയനെ ഒരു ക്രിമിനൽ കേസാക്കി 49 കൗൺസിലാക്കിയാലും BJP നഗരസഭ 5 വർഷവും ജനം അധികാരം കൊടുത്തിട്ടുണ്ട്, ഭരിക്കുക തന്നെ ചെയ്യും. നല്ല ഭരണം കാഴ്ചവെക്കും. തിരുവനന്തപുരത്തിൻ്റെ ഭരണം കണ്ടുകൊണ്ട് 31 സംസ്ഥാന അസംബ്ലിയും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.